ഹായ് ഗൈസ്, എല്ലാവർക്കും ബാക്ക് ബെഞ്ചസിന്റെ 4th വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് എന്തൊക്കെ പഠിച്ചു? നമ്മൾ സബ്ജക്ട്സ് പഠിച്ചു, സിംഗുലർ ആൻഡ് പ്ലൂറൽ പഠിച്ചു, ആയിരുന്നു ആകുന്നു എന്ന് പറയാൻ പഠിച്ചു, ആയിരുന്നില്ല അല്ല എന്നൊക്കെ പറയാൻ പഠിച്ചു. അങ്ങനെ നമ്മൾ ഓൾറെഡി അതിൽ സെറ്റായി. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ എങ്ങനെ ചോദിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യം ചോദിക്കട്ടെ. അതായത് അവൻ ബാബു ആണോ, അവർ പ്ലേയേഴ്സ് ആണോ, ഞാൻ അടിപൊളിയാണോ എന്നൊക്കെ നമുക്ക് ഒരാളോട് ചോദിക്കണ്ടേ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്. ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു എഡിറ്റ് വരുത്തിയാൽ മതി. ഓൾറെഡി നമുക്കറിയാം ചോദ്യം ചോദിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതായത് നമ്മൾ ആകുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓക്സിലറി വെബ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്ത്. അതായത് ഈസ്, ആം, ആർ അല്ലെ. ആകുന്നു എന്നുള്ളതിന് ഈസ്, ആം, ആർ. പിന്നെ ആയിരുന്നു എന്നുള്ളതിന് വാസ്, വേർ അല്ലെ. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഓർമ്മയുണ്ട് ഓൾറെഡി. ഇതിനെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്നും മനസ്സിലായില്ലല്ലോ, പ്രശ്നമില്ല. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് പറയാം. നിങ്ങളും നിങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ല യൂത്ത് പയ്യൻ, നല്ല ജെന്റിൽമാൻ ലുക്കിൽ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർ അപ്പുറത്തുനിന്ന് പറഞ്ഞു, ഹീസ് എ ഡോക്ടർ, ആളൊരു ഡോക്ടറാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് അടിച്ചു, ആ ഡോക്ടറാണോ, ഇത് ആരോടൊക്കെ ഒന്ന് ചോദിക്കണല്ലോ. ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ചോദിക്കാനൊന്നുമില്ല. ഹീസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആളൊരു ഡോക്ടർ ആണെന്നില്ല. ഈസിനടുത്തത് ആദ്യം പറയാം, ഈസ് ഹി എ ഡോക്ടർ. അപ്പൊ നമ്മൾ മനസ്സിൽ നോക്കി, ഈസിന് ആദ്യമായിട്ട് ഈസ് ഹി എ ഡോക്ടർ, ഈസ് ഹി എ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഡോക്ടർ ആണെന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ട്, ഒരു നേഴ്സ് നടന്നു പോണ്. ഓക്കെ, ചോദ്യം ചോദിക്കാനും പറ്റി, നേഴ്സിനായിട്ട് സംസാരിക്കാൻ ഒരു ചാൻസും കിട്ടി. അപ്പൊ നമ്മൾ എക്സ്ക്യൂസ് മീ നഴ്സ്, ഈസ് ഹി എ ഡോക്ടർ, ആളൊരു ഡോക്ടർ ആണോ? അപ്പൊ നേഴ്സ് പറഞ്ഞു, നോ ഹീസ് നോട്ട് എ ഡോക്ടർ, ആളൊരു ഡോക്ടർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളപ്പുറത്തേക്ക് കൂട്ടുകാരനെ വിളിച്ചത്, അതെ ഹീസ് നോട്ട് എ ഡോക്ടർ, ആളൊരു ഡോക്ടർ അല്ല. അപ്പൊ അവനെ നമ്മളോട് എന്ത് ചോദിക്കേ, ആള് ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കില്ലേ? അപ്പൊ എന്താ, ഹീസ് നോട്ട് എ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു ഡോക്ടർ അല്ല അല്ലേ? അപ്പോൾ ആ ഈസ് നോട്ട് എന്നുള്ളത് ഈസിന്റ് അല്ലേ? അതിനാദ്യം പറഞ്ഞ ഈസിന്റ് എ ഡോക്ടർ, ആള് ഡോക്ടർ അല്ലേ. നമുക്ക് ഡോക്ടർ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് എ ഡോക്ടർ, ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഈസിന്റ് എ ഡോക്ടർ. എന്തായാലും നമ്മൾ ഓക്സിലറി വെബിനെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചടങ്ങ് തീർന്നു. നമുക്ക് അടിപൊളിയായി ചോദ്യം ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരാളൊരു പ്ലേറ്റിലൊരു മഞ്ഞ കളറിൽ ഒരു സാധനം, പുലാവ എന്തോ സാധനം എടുത്ത് കൊടുന്നിട്ട് പറഞ്ഞു, കഴിച്ചോളൂ പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരൻ, ഇറ്റ് ഈസ് ബിരിയാണി, ഇത് ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് കഴിച്ചു നോക്കിയിട്ട് ഇത് ബിരിയാണിയാണോ എന്ന് ചോദിക്കണ്ടേ? ഇറ്റ് ഈസ് ബിരിയാണി എന്നാണ്, ഇത് ബിരിയാണിയാണ് എന്നുള്ളതെന്ന് പറഞ്ഞത്. അപ്പം നമ്മളെങ്ങനെ ചോദിക്കും? ഈസ് എടുത്തിട്ട് ആദ്യം പറയാം, ഈസ് ഇറ്റ് ബിരിയാണി, ഇത് ബിരിയാണിയാണോ? ഈസ് ഇറ്റ് ബിരിയാണി, ഇത് ബിരിയാണിയാണോ? അങ്ങനെ പുള്ളി കുറച്ച് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ബിരിയാണി, ഇത് ബിരിയാണി അല്ല എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹോട്ടലിൽ ആളിനെ വിളിച്ചിട്ട്, ചേട്ടാ ഇസിന്റ് ഇറ്റ് ബിരിയാണി, ഇത് ബിരിയാണി അല്ലേ? ഇസിന്റ് ഇറ്റ് ബിരിയാണി, ഇത് ബിരിയാണി അല്ലേ? അവിടെ എന്താണ് ഇസിന്റ് ഇറ്റ് ബിരിയാണി? ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായണ്ടെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റായിട്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അറിവിലൊരു കുട്ടീൻ്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ്, ഞാൻ അയക്കട്ടെ ചോദിച്ചു. അപ്പം നമ്മൾ ഡിഗ്രി എന്തെങ്കിലും കഴിഞ്ഞോട്ടെ, ആള് സ്മാർട്ടാണെന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? അപ്പം നമ്മൾ ഉള്ളിൽ ഷീ സ്മാർട്ട്, ആള് സ്മാർട്ടാണ്. അപ്പോൾ ഈസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഷീ സ്മാർട്ട്, ആള് സ്മാർട്ടാണോ? ഷീ സ്മാർട്ട്, ആള് സ്മാർട്ടാണോ? ഇതുപോലെ തന്നെ എവരിബഡിയുടെ കേസിലും എവരിബഡിയിൽ എന്താ, നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആണെന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്, എവരിബഡി ഈസ് കോൺഫിഡൻ്റ്, എല്ലാവരും കോൺഫിഡൻ്റ്, ഒരു പ്രശ്നമില്ല, നോ സീൻ. അങ്ങനെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവുക. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഇതേ വരുന്നത് ഏറ്റവും പെട ടീം, പണിവാളി. അങ്ങനെ നമ്മുടെ ആശ നമ്മളോട്, ഈസ് എവരിബഡി കോൺഫിഡൻറ്റ്, എല്ലാവരും കോൺഫിഡൻ്റ് ആണോ? ഈസ് എവരിബഡി കോൺഫിഡൻറ്റ്, എല്ലാവരും കോൺഫിഡൻ്റ് ആണോ? അങ്ങനെ എല്ലാവരും തലാത്തി നിൽക്കുക. അപ്പം നമുക്ക് എന്ത് ചോദിക്കാം, എല്ലാവരും കോൺഫിഡൻ്റ് അല്ലേ എന്ന് ചോദിക്കട്ടെ. ഈസിൻറ്റ് എവരിബഡി കോൺഫിഡൻറ്റ്, നമുക്ക് അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിംഗുലറിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി പ്ലൂറലിന്റെ ഭാഗത്തോട്ട് പോവാണ്. പ്ലൂറൽ ആദ്യം വരുന്നത് എന്താ, അയ്യോ ദേവിയിൽ ഐ അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ ആമാണ് ഉപയോഗിച്ചിരുന്നത്, ആവുന്നു എന്നുള്ളതിന്. അപ്പോൾ നമ്മൾ ഐ ആം ഓക്കെ, ഞാൻ ഓക്കെയാണ്, ഐ ആം ഓക്കെ, ഞാൻ ഓക്കെയാണ്. അത് നമ്മൾ ആരോടെങ്കിലും ചോദിക്കും. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ അടിച്ച് കിളി പോയി നടക്കാൻ പറ്റാതെ നടക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും, മച്ചാ അമ്മ ഓക്കെ, ഞാൻ ഓക്കെ അല്ലടാ, അമ്മ ഓക്കെ, ഞാൻ ഓക്കെ അല്ലേന്ന്. അപ്പോൾ ഐയുടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഏതാ, യു ദേവിയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ആറാണ് ആകുമെന്നുള്ള ചേർത്തുനിന്ന് അത് നമ്മൾ 6 എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലിടാം. ആർ യു ബാബു, നിങ്ങൾ ബാബു ആണോ? ആർ യു എ ഫുട്ബോൾ പ്ലെയർ, നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണോ? അതുപോലെ തന്നെ ആർ ദ പ്ലേയേഴ്സ്, അവർ പ്ലേയേഴ്സ് ആണോ? നിൽക്കുന്നത് പ്ലേയേഴ്സ് ആണോ? അതോ പ്ലേയേഴ്സിന്റെ കൂടുതൽ ആൾക്കാരാണ് നമ്മൾ ചോദിക്കില്ലേ? ആർ ദ പ്ലേയേഴ്സ്, അവർ പ്ലേയേഴ്സ് ആണോ? നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർ വി, നമ്മൾ എന്തെങ്കിലും ആണോ എന്ന്
നമ്മൾ ചോദിക്കാം. അതുപോലെ ഈ കളിയുടെ കേസ് നമ്മൾ പറഞ്ഞ പോലെ ആർ വി കോൺഫിഡൻറ്റ്, നമ്മൾ കോൺഫിഡൻ്റ് അല്ലേ ചോദിക്കാം. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ അതിനായിട്ട് ചോദിക്കേണ്ട. നമ്മൾ ചോദ്യം ചോദിക്കേണ്ട സിറ്റുവേഷനിൽ ഇവൻ നമ്മളെക്കുറിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ മാത്രം നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി, അല്ലാച്ചെങ്കിൽ ഓക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാൻ പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യണം, ഒന്നുകൂടി കാണാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ നമ്മുടെ ലെവൽ 1 കഴിഞ്ഞ 4 വീഡിയോസൊക്കെ ഒന്നുകൂടി കാണാം. ശരിക്കും ഒന്നുകൂടി പഠിക്കാൻ നോക്കുക. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ശരിക്കും ഒന്നുകൂടി മനസ്സിലാവാത്തവർ കേട്ടോ മനസ്സിലാവും. ശരിക്കും പഠിക്കുക. അത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു കാര്യം കൂടി പഠിക്കേണ്ട. ആ ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 1 കഴിഞ്ഞ് വേറെ ലെവലാണ്, പിന്നെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോയി. അപ്പം എല്ലാവരും ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ 5th എപ്പിസോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. ഡിസ്ക്രിപ്ഷനിലുണ്ട്, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുക, വീണ്ടും പഠിക്കാൻ നോക്കുക. നമ്മൾ ഇനി അടുത്തടുത്ത് പഠിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ ബൈ, കാണാട്ടാ.